ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്. സൗണ്ടിനൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഹംനദ ഇവിടെ വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ട്രൈപോഡൊക്കെ വെച്ച് ഫോണൊക്കെ അതിൽ ഫിക്സ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനുള്ള തന്ത്രപ്പാടുകളൊക്കെ ഇപ്പോൾ ഇവിടെ നടത്താറുണ്ട്. അപ്പൊ ഞാനും മിക്കാക്കി റെഡിയായി നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാനാണ്. കംപ്ലീറ്റ് ആയിട്ടൊന്നും റെഡിയായി കഴിഞ്ഞിട്ടില്ല. അവസാനം കുറച്ച് മിനുക്ക് പണികളും കൂടി ബാക്കിയുണ്ട്. പോരാത്തതിന് ഹംനയുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് ഇറങ്ങാനായിട്ട്. കാര്യമായ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടും ഞാൻ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുളവാകും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടും ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ മിക്കവാറും പേരുടെ ഈ ഒരു ഗെറ്റ് റെഡി വീഡിയോസിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ അവർ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് എനിക്ക് കണ്ണ് പോലും മര്യാദക്ക് എഴുതാൻ അറിയില്ല. ഞാനിപ്പോഴും ഹിമാലയയുടെ ബേബി കാജലിന്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ കണ്ണെഴുതുന്നത്. ഞാൻ എന്തായാലും കണ്ണെഴുതുന്നത് കണ്ടപ്പോൾ ഹംനാക്കും കൊതിയുണ്ട് കേട്ടോ. ഹംനയുടെയും കണ്ണെഴുതി കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ അവളെ ഞാൻ പിടിച്ചു കിടത്തി നല്ല മര്യാദക്കൊക്കെ അവൾ ഇരുന്ന് തന്നു കേട്ടോ. അപ്പോൾ അവളുടെ കണ്ണെഴുതി കൊടുത്തു. പിന്നെ ഞാൻ റീസെന്റ് ഈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡെയ്ഗയുടെ ലിപ് ബാം, അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് ഹിമാലയയുടെ പൗഡർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും ഹിമാലയയുടെ ആണ് കേട്ടോ. സോപ്പ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഈ പൗഡർ ആണെങ്കിലും ആ ഒരു കൺമഷി ആണെങ്കിലൊക്കെ ഹിമാലയയുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് ഞങ്ങൾ എല്ലാവരും അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനും ഇക്കാക്കയും പിള്ളേരും. ഇക്കാക്ക പിന്നെ മറ്റേ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, സോപ്പ് മാത്രമാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈയിടെയായിട്ട് ഞാൻ 2 വീലർ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെയിലത്തൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ അത്യാവശ്യം തീർന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു നോർമൽ ഡെലിവറിക്ക് ശേഷം സിസേറിയൻ ചെയ്യാന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് ആ ഒരു അവസ്ഥ പോലെയാണ് ഇപ്പം അതിൻ്റെ ആ ഒരു പാക്കറ്റിൻ്റെ രൂപം. ഇനിയിപ്പോൾ അത് പോയി വാങ്ങിക്കണം. എനിക്ക് ആദ്യത്തിൽ വാങ്ങിക്കണം ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഒരു ഷെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തീർന്നിട്ട് അത് വീണ്ടും വാങ്ങിക്കുന്നതിനോട് ഇങ്ങനെ കുറേ മടിയൊക്കെ പിടിക്കും. പിന്നെ ഒരു കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ വിശേഷം. പിന്നെ എൻ്റെ വാച്ച് ഞാൻ കെട്ടാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ ജീവൻ പോയി കിടക്കുന്നത്. ഇക്കാകനെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇക്കാക്ക് പറയാണ് ഇത് ചത്തിട്ട് വർഷങ്ങളായി എന്ന് തോന്നണമെന്ന്. അപ്പോൾ വേറെ അടുത്ത് കെട്ടാനൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ അത് തന്നെ എടുത്ത് അങ്ങോട്ട് കെട്ടിട്ടോ. പിന്നെ നമ്മുടെ പുറപ്പെടൽ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഹംനക്ക് നന്നായിട്ട് ഡൗട്ടല്ല, നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾ എവിടെയോ കാര്യമായിട്ട് പോകാൻ പോവാണ് എന്തായാലും. അപ്പോൾ അവളാണ് ആദ്യം ടാറ്റാ ബൈ ബൈ സീ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. മിററിലൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്ക് ഇന്ന് കണ്ണെഴുതാനൊക്കെ നിന്ന് തന്നു. അത്യാവശ്യത്തിന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നേരത്ത് നല്ല വൃത്തിക്ക് കണ്ണെഴുതണമെന്നൊക്കെ വിചാരിച്ച് അവളെ പിടിച്ച് കിടത്തിയിട്ടുണ്ടെങ്കിൽ അവൾ അത്ര നന്നായിട്ടൊന്നും നിന്ന് തരാറില്ല കേട്ടോ. ഈ ആവശ്യമില്ലാത്ത സമയത്ത് കൊച്ച് നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങുന്നത് കണ്ടിട്ട് ആദ്യം ഓടാണ് കേട്ടോ പുറത്തേക്ക്. ഇല്ലെങ്കിൽ അവളെ കൊണ്ടുപോവില്ല എന്ന് നമുക്ക് നല്ല വിശ്വാസമാണ് ഞങ്ങളെ. അപ്പോൾ അവൾ വേഗം തന്നെ ഉറങ്ങുന്നുണ്ട്. ഞാൻ മിക്കവാറും ഇവളെ ഉറക്കി കിടത്തിയിട്ടൊക്കെയാണ് പോകാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഹംനയുടെ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ നല്ല വാശി കാര്യങ്ങൾ ഹംനക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. ഉറക്കാനായിട്ട് എനിക്കിപ്പോൾ വേറൊരു ഇതില്ല. അവൾ തന്നെ ഉറങ്ങുന്ന സമയമാകുമ്പോൾ അവൾ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങലാണ് ഇപ്പോഴത്തെ പതിവ്. അവളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തേക്കാണ്. അതൊരു റൊട്ടീനിലേക്ക് ആക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. എല്ലാം കൂടി വാശി പിടിച്ച് നമുക്ക് ഒറ്റയടിക്ക് ഒരു റൊട്ടീൻ ആക്കാൻ പറ്റില്ലല്ലോ. ഇക്കാക്ക അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ഹംനാനെ. അവളാണെങ്കിൽ പോകുന്നില്ല, പകുതി വരെ പോയിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് വരാണ്. അപ്പം അങ്ങനെ ഒരു കണക്കിന് അവൾ ബാക്കിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഉമ്മിച്ച് അവിടെ നിന്ന് അലക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മിച്ചിയുടെ അടുത്ത് ഇരിക്കട്ടെ എന്ന് ഓർത്ത് കൊണ്ടുവന്ന് നിർത്തി. അവൾക്കൊരു മിഠായി ഒക്കെ കൊടുത്തെങ്കിലും ആ കയ്യിൽ കിട്ടിയ മിഠായി കൊണ്ടിട്ട് അവൾ ഇതേ ഫ്രണ്ടിൽ വന്ന് ഇക്കാക്ക വണ്ടിമ കയറേണ്ട താമസം അവളും വണ്ടിയിൽ ആദ്യം കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത വഴി എന്ന് പറയുന്നത് 1-2 റൗണ്ട് അടിച്ചിട്ട് അവളെ കൊണ്ടുവന്ന് വീട്ടിലാക്കാന്നുള്ളതാണ്. അപ്പോൾ ഉമ്മിച്ചിനോട് ബാക്കിലേക്ക് വന്ന് നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് ഇനി ഞങ്ങൾ പോണത് കാണണ്ടല്ലോ. അപ്പോൾ ഇക്കാക്ക ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് അവളെ നേരെ കൊണ്ടുപോയി ബാക്കിലേക്ക് ആക്കി ഉമ്മിച്ചിയുടെ അടുത്ത് ആക്കാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പോണത് കാണുമ്പോഴായിരിക്കും പ്രശ്നം. എന്തായാലും അന്വേഷിക്കും അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ പോവാണെന്ന്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അവൾ ഓക്കെയാണ്. അപ്പോൾ ഇക്കാക്ക അവളെ കൊണ്ടുപോയി ഇതേ ബാക്കിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ പോവാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്നത്, ഡോക്ടറെ കാണാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കാണ് അസുഖങ്ങൾ തുടങ്ങിയേക്കുന്നത്. ആക്ച്വലി കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. പിന്നെ ഞാൻ അങ്ങനെ പരമാവധി നോക്കും. മുന്നേ ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ അപ്പം തന്നെ ഡോക്ടറെ പോയി കാണാൻ, മെഡിസിൻ കഴിക്കുക, അങ്ങനത്തെ പരിപാടിക്ക് ഉണ്ടായിരുന്നു. ഇക്കാക്കാൻ്റെ കൂടെ കൂടിയ പിന്നെ മാക്സിമം നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം എന്താ അസുഖം വന്നാലും നമ്മൾ വീട്ടിൽ തന്നെ അത്യാവശ്യം നമുക്കറിയാവുന്ന പൊടിക്കൈകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അത്ര വലിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഉടനെ പോയി കാണും. ഇത് അത്രക്ക് സീരിയസ് ഒന്നല്ല എന്നുള്ള രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൗണ്ടിന് വരെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സൗണ്ടിനൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. വേറൊന്നല്ല, എനിക്ക് അത്യാവശ്യം ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ചെവി വേദന ഉണ്ട്, അതിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ കോൾഡ് ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതും ഒരു സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ENT ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. മുന്നേ ഇക്കാനെ കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് കേട്ടോ. റിനെ മെഡിസിറ്റിയിലുള്ള ENT സർജൻ ഡോക്ടർ പേൾ സാറ ജോർജിനെയാണ് നമ്മൾ കാണാൻ വന്നേക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണാനായിട്ട് മുന്നേ മറ്റേ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാൻ വലിയ കാര്യത്തിൻ്റെ ചെയറിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. തീരെ
നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് രാത്രി ഒന്നും അത്ര ഉറങ്ങാൻ പറ്റുന്നില്ല, ബ്രീത്തിങ് ഇഷ്യൂ വരുന്നുണ്ട്, ചെവി വേദനയാണ് സഹിക്കാൻ പറ്റാത്തത്. ഈ രാത്രിയാകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി കൂടുമല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഡോക്ടറെ കാണിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതും. ഡോക്ടറെ നമ്മൾ മുന്നേ കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഒരു പരിചയക്കുറവ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കാര്യമായിട്ട് ഡോക്ടർ ഇവിടെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ചെവിയാണെങ്കിലും ത്രോട്ടാണെങ്കിലും നോസാണെങ്കിലും എങ്ങനെ എല്ലാവിടും കാര്യമായിട്ട് ഡോക്ടർ നോക്കുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര രീതിയിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിലും അത്യാവശ്യം ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് തന്നെയാണ് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കിയിട്ട്. പിന്നെ ഈ ഒരു ഇൻഫെക്ഷൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, എനിക്കിപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ തലയിറക്കം വരാം, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പ്രഷർ കുറവാണോ കൂടുതലാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും കുറവാണെന്ന് പറഞ്ഞു. നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിച്ചു. മെഡിസിൻ വാങ്ങിക്കുന്നിടത്ത് കുറച്ച് ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ തിരിച്ച് ഇറങ്ങാണ്. അപ്പോൾ ഇക്കാൻ്റെ കയ്യിൽ ഒരു ബെൽറ്റിൻ്റെ പോലത്തെ സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ഇക്കാക ഓഫീസിൽ വെച്ചിട്ട് ഒരു വണ്ടി എടുത്തതാണ്. ആ എടുത്ത സമയത്ത് ഇക്കാൻ്റെ നമ്മുടെ ഞരമ്പ് ഇങ്ങനെ ഇടറാന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടറിയതാണ്. അപ്പോൾ ഒരു പെയിൻ കാര്യമുണ്ട്. അപ്പോൾ ഈ സംഭവം കയ്യിലിടുമ്പോൾ അതിങ്ങനെ അനങ്ങാണ്ടിരിക്കുമ്പോൾ ഒരു റെസ്റ്റ് കിട്ടുമ്പോൾ ഒരു ഫ്രീ ആയ പോലെ ഉണ്ട്. ആ ഒരു പെയിൻ റിലീഫൊക്കെ പോലെ തോന്നുന്നുണ്ടെന്നും പറഞ്ഞ് ഇക്കാതെ ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഉച്ചയായതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാനായിട്ട് കയറി. ഇന്ന് നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആണ് കേട്ടോ കഴിക്കുന്നത്. താലി മീൽസ് എന്ന് പറയാൻ പറ്റില്ല, അതിന് മാത്രം കറികൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു 3 സൈഡ് കറിയും 3 സൈസ് കറി ഉണ്ടായിരുന്നു. അതുപോലെ 3 സൈസ് ഒഴിച്ചുകൂട്ടാനും തൈരും പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം, സാമ്പാറും പുളിശ്ശേരിയും രസമായിരുന്നു ഒഴിച്ചു കൂട്ടാനായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. എന്നും ഈ നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിക്കാനാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ തോന്നും. എനിക്ക് പൊതുവെ ഇവിടെയൊക്കെ കയറിയാൽ മസാല ദോശ കഴിക്കാനായിട്ട് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ താലി മീൽസ് ആണ്. ഇവിടെ താലി മീൽസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഉള്ളത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഞാനപ്പോൾ ഈ ഒരു ഒറ്റ റൗണ്ട് മാത്രമേ ചോറ് ഇട്ടുള്ളൂ കേട്ടോ. ചെറിയ രീതിയിലൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ട് ഈ ഒരു വർഷം പിറന്നപ്പോൾ തന്നെ. വെയിറ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. പക്ഷേ ഫുഡ് കണ്ടു കഴിയുമ്പോൾ എനിക്കതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഞാൻ ആ സമയത്ത് ഹെൽത്ത് ഒന്നും നോക്കില്ല. ഫുഡ് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പപ്പടത്തിൻ്റെ സൈസൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ. അത്യാവശ്യം വലിയ പപ്പടം തന്നെയാണ്. ഞാനപ്പോൾ സാമ്പാർ മാത്രം കൂട്ടിയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു തൈര് ഉണ്ടല്ലോ, ആ തൈര് നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലത്തൊക്കെ കയറുമ്പോൾ ഞാൻ മറ്റേ ഉപ്പൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. ഇന്ന് ഉപ്പൊന്നും ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇക്കാക്കി പുളിശ്ശേരി അങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കി ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണമെന്ന്. അപ്പോൾ ഞാൻ ഇക്കാക്ക് ഒഴിച്ച് നോക്കും, നല്ലതാണെങ്കിൽ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ഒഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ അടിപൊളി കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു. അത് കഴിച്ച പാടെ തന്നെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. പണി പാളിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ ഒരു എരിവിൻ്റെ ഇതിൽ അത്യാവശ്യം ചോറ് മാക്സിമം ഞാൻ കഴിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ഒരു ഉച്ച സമയത്തൊന്നും അത്ര കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രാത്രിയൊക്കെ ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് കൂടണത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നത് ഓഫീസിലേക്കാണ് കേട്ടോ. വന്ന പാടെ ഞാൻ ഗുളിക കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഗുളിക കാര്യങ്ങളൊന്നും ഇപ്പോൾ കഴിക്കാനില്ല, സിറപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടിക്കാനായിട്ട്. രാത്രിയാണെന്ന് തോന്നുന്നു ഗുളികയൊക്കെ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സിറപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ആ സിറപ്പ് അങ്ങോട്ട് കുടിച്ചു. സിറപ്പ് കുടിക്കുന്നവരുടെ അവസ്ഥ കുടിക്കുന്നവർക്ക് മാത്രമല്ല അറിയാൻ പാടുള്ളൂ. ഇത് അത്ര അങ്ങനെ കുടിച്ചിട്ട് ഭയങ്കര സീനായിട്ടുള്ള സാധനമൊന്നുമില്ല കേട്ടോ. അത്ര കുടിക്കാൻ പറ്റായ ടേസ്റ്റൊന്നുമില്ല. അത്യാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും അത് കുടിച്ചതിൻ്റെ ഒരു ചവർപ്പ് കാര്യങ്ങളുണ്ടല്ലോ, അതിനെ മാക്സിമം വീഡിയോയിൽ കാണിക്കാതെ ഉള്ളിൽ ഒതുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് ഓർത്ത് ആ ഒരു വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഗുളിക കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം കുടിക്കാൻ എടുത്തപ്പോഴേക്കും ഇക്കാക നോ പറഞ്ഞു. സിറപ്പ് കുടിച്ചതിൻ്റെ പിന്നാലെ അത് കുടിച്ചതിന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാകാൻ ഇനി ഇവിടെ നിന്ന് എനിക്ക് പറഞ്ഞു വിട്ടിട്ട് വേണം കുറച്ച് വെള്ളം കുടിക്കാനായിട്ട്. കാരണം ക്യാമറ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഇക്കാക്കയാണല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം എൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാവേ. ബൈ.